രൂപ, ഇതിനു മുകളിലാണ് ശങ്കരന്റെ വൈകുന്നേരങ്ങളിലെ ഇരിപ്പ്. ഞാൻ പരിചയപ്പെടുത്താം. ശങ്കരനെ ഒന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നതാ. നമസ്കാരം, എന്റെ പേര് ലൂബ. മലയാളം അറിയാം. പാട്ട് പഠിക്കാൻ എത്തിയതാ വാസുദേവൻ ഭാഗവതരുടെ ശിഷ്യയായിട്ട്. അച്ഛൻ്റെ അടുത്ത് പാട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാ. ഭാമയ്ക്കറിയാലോ, അതുകൊണ്ട് ഞാൻ എല്ലാം രൂപയോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തെരുവിലെ സ്വീകരണ കമ്മിറ്റിയും വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. പാട്ട് പഠിക്കുന്നതിനേക്കാൾ ഇവിടുള്ള പാട്ടിന്റെ ലോകം അറിയുന്നതിലാണ് എനിക്ക് താല്പര്യം. റിസർച്ച് ചെയ്യാനാണെങ്കിൽ വാസുദേവൻ ഭാഗവതരുടെ മകനായ ഞാൻ ഉൾപ്പെടെ വിഷയങ്ങൾ ധാരാളമുണ്ട്. തെറ്റുകളുടെ ഒരു വലിയ ചവറ്റുകുട്ടയാണ് എൻ്റെ അച്ഛൻ. എ ഡസ്റ്റ്ബിൻ. അഴുക്കുകളുടെ ദുർഗന്ധത്തിൽ ക്ഷമയോടെ മനസ്സിട്ടിളക്കി തിരഞ്ഞു നോക്കിയാൽ ഒന്നോ രണ്ടോ ശരികൾ കിട്ടിയേക്കാം. മകനായ ഞാൻ പോലും അതിന് മെനക്കെടാറില്ല. നമുക്ക് വീട്ടിലേക്ക് പോവാം. ലൂബ, ഈ ശ്രുതിയിലാണ് ഞാൻ എന്നും പാട്ട് പാടാറുള്ളത്. എന്റെ ആഗ്രഹമാണ് ശങ്കരൻ. എടുക്കുന്നൊക്കെ കൊള്ളാം. പോകുമ്പോ ആൾക്കാരോട് ഫോട്ടോ. അതിനകത്ത് ഫിലിമൊക്കെ ഉണ്ടോ? എന്തോ ഉണ്ട്. പല്ല് പുറത്തേക്ക് ഇട്ടോടിക്കുന്നേ. ലൂബ, പിന്നെ കാണാം. അക്ക ഞാന് വരെ. ശങ്കര, വീടും തുറന്നിട്ടിട്ട് എന്റെ പുതിയമ്മൻ തങ്കച്ചി എവിടെ പോയിരിക്കുക? പെരിയസ്വാമിക്ക് പുണ്യം ഉണ്ടാക്കാൻ ഭജന പാടാൻ പോയിരിക്കുക. ഈ പോക്കും ഭജനയും അത്ര ശരിയല്ല ശങ്കര. അവര് ഭജന പാടാനൊന്നും പോയതല്ല പാപ്പമ്മ. ഭജന കഴിയുമ്പം അവലും പഴവും കിട്ടും. അത് തിന്നാൻ പോയിരിക്കുക. പോകരുതെന്ന് പറയാനുള്ള യോഗ്യത തൽക്കാലം എനിക്കില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. അപ്പോ എല്ലാവരുടെ പ്രശ്നവും ഇത് തന്നെയാണല്ലേ? നാളെ മാമന ഭാഗവതര് ആലപിച്ച് മേപ്രയിലെ കല്യാണിക്കുട്ടിയെ വശീകരിച്ച് കെട്ടി ഒരാഞ്ചെറുക്കനെ തന്നു. മടുത്തപ്പോ പറഞ്ഞു വിട്ടു. ചെറുക്കനെ കൂടെ വിട്ടില്ലേ? അവൾ അങ്ങ് കിണറ്റി ചാടി ചത്തു. അതിന് ഞാനെന്തോ വേണം? ചെറുക്കനെ ഞാനാന്നേ വളർത്തിയേ. നായിന്റെ മോനെ ശങ്കരോ. പിന്നൊരു രാഗമാലിക പോലെ മാറി മാറി പലരും വന്നു പോയി. അതുങ്ങടെയൊന്നും പേര് പോലും ഓർക്കുന്നില്ല. അവസാനം ചെന്നുപെട്ടതോ കരിന്തിരി വെളിച്ചം മാത്രം മിച്ചമുള്ള ഒരു വീട്ടിൽ. കെട്ടിക്കാൻ പ്രായമായ ഒരു പെണ്ണും. ഇതിനെയെല്ലാം കൊണ്ട് ഈ ഭാഗവതരെന്തോ ചെയ്യാനാ? എടാ ശങ്കരോ. ഓ ഓ, എന്തോന്ന് ഗോ ഗോ കെട്ടി എടുക്കടാ നിന്റെ തന്റെ നായിന്റെ മോനെ. എടാ ജോസഫ്, ഉനക്ക് എങ്കടാ വേല? ഇവിടെ എന്ത് ഇവിടെ അവിടെ? ഉന്നെ കാണമേ. എങ്ക പോന്നെ? ഞാൻ ബാമയുടെ കൂടെ എന്നാ ബാമ കൂടെ? സാപ്പാ ടൈം കറക്റ്റാ വന്നിട്ട്. എന്താടോ സ്വാമി വല്ലാത്തൊരു കാർക്കിക്കല്. എനിക്കെന്നെ അറിഞ്ഞൂടാ. എന്നെ നോക്കി കാർക്കിക്കുന്നു. ഓടാ ഇവിടെന്ന്. മാമ എന്താ മാമ ഇത്? നീ എന്നെ തൊടരുത്. ഞാൻ വൃത്തിയിട്ടവനാ. നീ ശുദ്ധ ബ്രാഹ്മണൻ. ആ ശുദ്ധത്തിൽ പോയാലും തിരക്കില്ല. മാമ ഉരുണ്ട് വേണ്ടി വീഴാണ്ടിരുന്നാ മതി. ഇനി എന്ത് വീഴാനാടാ? വീണ് കിടക്കുകയില്ലയോ? എടോ സഹസ്രനാമം, എന്റെ കൂടെ എന്റെ പിള്ളാരുണ്ടോ? എന്റെ പിള്ളാര് അല്ല, ഇതാണ് എന്റെ അച്ഛൻ, ദ ഗ്രേറ്റ് വാസുദേവൻ ഭാഗവതർ. കളിയാക്കാവിടാ നായിന്റെ മോനെ. കളിയാക്കിയതല്ല അച്ഛാ, അതിഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാ അച്ഛന്റെ ഈ കോലത്തിന്. നീ ഏതാ കൊച്ചേ? മിസ് ലൂബ അങ്ങനെ ശിഷ്യയാകാൻ ചോദിച്ചില്ലല്ലോ. എവക്ക് നാക്കില്ലയോ? മദാമ്മയാ മാമ, പാട്ട് പഠിക്കാൻ വന്നതാ. എന്റെ അടുത്തോ? നിനക്കാള് മാറിപ്പോയതാ. അങ്ങയെപ്പറ്റി കേട്ടിട്ടുണ്ട്. കേട്ടത് എന്താണെന്ന് ആദ്യം പറ. കേരളത്തിന്റെ സംഗീതത്തിൽ. നിർത്ത്. കേരളത്തിന്റെ സംഗീതമോ?
ഡിസ്ട്രിക്ട് തിരിച്ചും സംസ്ഥാനങ്ങൾ തിരിച്ചും രാജ്യങ്ങൾ തിരിച്ചും സംഗീതമില്ല കൊച്ചേ. ആദ്യം അത് മനസ്സിലാക്ക്, എന്നിട്ട് പാട്ട് പഠിക്കാം. ഒരു മനുഷ്യായുസ് കൊണ്ട് കുടിച്ചു തീർക്കാൻ കഴിയാത്ത അമ്മയുടെ സ്നേഹത്തിന്റെ മുലപ്പാലാണ് സംഗീതം. പ്രകൃതിയാണ് സംഗീതം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന നല്ല മനുഷ്യർക്ക് പ്രകൃതി തരുന്ന തേനും വയമ്പുമാ സംഗീതം. The music of peace, the music of secularism, the music of anti-war propaganda. മോളെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാനും നിനക്ക് എന്നെ മനസ്സിലാക്കാനും പാസ്പോർട്ടിന്റെയും ബോയിങ് ജെറ്റിന്റെയും ആവശ്യമില്ല. 7 സ്വരങ്ങൾ ഉരുവിട്ടാൽ മതി. സാരേ ഗാമ പദനീ. എന്താ ഇത്? ദക്ഷിണ. രൂപ ഞാൻ എടുക്കുക, ചാരായം കുടിക്കാൻ. വെറ്റിലയും പാക്കും ഇവിടെ ഒരു സഹസ്രനാമയ്യരുണ്ട്, അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തേര്. ഒരുപാട് ദക്ഷിണനീര് കുടിച്ചിറക്കി ശുദ്ധ സംഗീതത്തെ ചുവന്ന ചണ്ടിയാക്കി തൂപ്പിയവനാവൻ. നീ ഏതായാലും എനിക്ക് ദക്ഷിണ നീട്ടിയതല്ലേ. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഗാമഗരിഗ പരിഗ സാ നീധനി ധനി രി സധ ഗ സ ഗ പ ഗാമഗരിഗ പരിഗ സാ. കൾച്ചർ പഠിക്കാനോട് വന്നേന്ന് പറഞ്ഞു. എന്ത് കൾച്ചർ അവിടെ പഠിക്കാനുള്ളത്? തങ്കമണി ഉണ്ടല്ലോ, അവന്റെ കൾച്ചർ മനസ്സിലായില്ലോ. தண்டச்சோறு வேலை செய்யாம சாப்பிட முடியாது தெரியுமா? പ്ലീസ് ചിരിക്കാതമ്മ, ചിരിക്കാതെ. ഇതും കൾച്ചറിന്റെ കുഴപ്പാ. രൂപാമ്മയുടെ നാട്ടില് ഇതേ ചായയിൽ ആരാவது இருக்கா? ഓ യെസ് യെസ്, എന്റെ ചായയില് ഇതേ ചായയില് അവരുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിന്റെ ചായയില് ഈ ലോകത്തിൽ നീ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ, എനിക്ക് ഫോറിനേഴ്സ് ആയിട്ട് അടുപ്പുണ്ട്, ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. പോയാ ദദ്ദിമുണ്ടോ? എന്താ പറഞ്ഞേ? ജോസഫേട്ടാ, എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ഫുഡ് വരുന്ന വെച്ചിട്ട് എന്നെ ഭരിക്കാൻ വരുന്ന എനിക്ക് ഇഷ്ടമല്ല. ശങ്കര, നമ്മൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലെങ്കിലും അനുഭവത്തിന്റെ അറിവ് കൂടുതൽ എനിക്കാ. എന്താവുക? വാസ്തവം വലിയ കാര്യമായിട്ട് എടുക്കണ്ട ശങ്കര, വിട്ടേര്. ഉപദേശിച്ചു വളർത്താൻ തള്ളയില്ലാത്ത 2 കാന്താരികളെ പരുവപ്പെടുത്തിയെടുത്തവനാ ഞാൻ. യോ അയ്യാ, എന്നെ ആരും പരവപ്പെടുത്തി എടുത്തതല്ല, ഞാൻ താനെ ഈ പരുവായ. കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിന്റെ തമാശ. മാപ്പ്. നീ എന്തോ ഈ ആലോചിക്കുന്നേ? എനിക്ക് ഉടനെ ഒരു ജോലി വേണം രംഗ, അല്ലാതെ കാര്യങ്ങളൊന്നും നേരെയാവില്ല. 1 കൊല്ലം കൂടെ അല്ലേ ഉള്ളൂ ശങ്കര, പഠിത്തം കഴിയട്ടെ. എന്തോന്ന് പഠിത്തം? എങ്ങനെ പഠിക്കാനാ? ഒരു കള്ളുകൂടിയൻ ഭാഗവതരുടെ മകൻ, അഗ്രഹാരത്തിണയിലെ അഗതി, അടുക്കളയിലാണെങ്കിലോ ദാരിദ്ര്യം. അത് വേവിച്ച് വിളമ്പുന്ന ഒരു പുതിയമ്മയും അവരറിയാതെ പ്രസവിച്ചു പോയ ഒരു പെണ്ണും. എന്റെ തങ്കച്ചി അവള്. അവൾക്കും എന്റെ സ്നേഹം വേണ്ട. പെങ്ങളെ സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും കയ്യിൽ കാശ് വേണം. അബൂബായ്, ഇവിടെ തോരണം കെട്ടണ്ടേ? തന്റെ കഴുത്ത തന്നെ കെട്ടിക്കോ. എന്റെ എന്താ ജോസഫേ വിശേഷം? ഈ തെരുവിൽ ഒരു കുംഭസാരം നടക്കാൻ പോകുന്നു. ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ. എന്താ തന്റെ സ്വാമി മതം മാറാൻ പോവാണോ? അല്ല കുഞ്ഞാടെ, സ്വാമിയെ മാറുന്നു, പുതിയ സ്വാമി വരുന്നു. ഈ തെരുവിന്റെ ഉടമസ്ഥൻ കച്ചേരി മണിസ്വാമി.